ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വചന പഠനവുമായി കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന സാജു ബ്രദർ, അതുപോലെ കൂടി വന്നിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടണം, സംസാരിക്കണം. ഹല്ലേലൂയ. ദൈവം എന്തിനു വേണ്ടി നമ്മളെ ഇവിടെ കൂട്ടിവരുത്തിയോ ആ ഒരു പർപ്പസ് ഇന്ന് ഫുൾഫില്ല് ചെയ്യണം. ഹല്ലേലൂയ. ദൈവമേ അത് ചെയ്യണമേ. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില വേദഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചക്കാലം പഠിച്ചു വന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നുള്ള ആ വേദഭാഗത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്നുള്ളതാണ് നമ്മൾ യേശുവിൻ്റെ തന്നെ ലൈഫിലൂടെ യേശുവിൻ്റെ മിനിസ്ട്രി എക്സിക്യൂട്ട് ചെയ്തത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ മിനിസ്ട്രിയും നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം ആ ഒരു ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദൈവം പ്ലാൻ ചെയ്യുന്നത്, ദൈവം ഇഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്തൊരു വെർഷൻ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നും അതിനുശേഷം അതിൻ്റെ ഫർദറായിട്ടുള്ള ഇല്ലുസ്ട്രേഷന് വേണ്ടി റോമാലേഖനം 8-ാം അധ്യായത്തിലോട്ട് നമ്മൾ വന്നായിരുന്നു. മത്തായി സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം പഠിച്ച 21 മുതലുള്ള വാക്യങ്ങളുടെ ഫർദറായിട്ടുള്ള ഡീറ്റെയിൽ ഇൻസ്ട്രേഷന് അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം റോമാലേഖനം 7-ാം അധ്യായം വരെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പെരിഫറലല്ല ശരിക്കും ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജഡത്തെ അനുസരിച്ച് നടക്കും ആണെങ്കിൽ, അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഒരു പ്രമാണം നമ്മുടെ അവയവങ്ങളിൽ കാണുന്നു, അതിനെ അങ്ങനെ വെക്കാനല്ല, അതിനെ അതങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടും പൗലോസ് പറഞ്ഞിട്ടില്ല. അതിനെ മരിപ്പിക്കണമെന്നാണ് 8-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ പറയുന്നത്. അപ്പം അങ്ങനെ സാധാരണ മനുഷ്യരിൽ അങ്ങനെ ഉണ്ട്, ഈവൻ വിശ്വാസികളിലും ഈ പറഞ്ഞ അങ്ങനെ സിസ്റ്റം ഉണ്ട്. പക്ഷേ യേശു നൽകിയ ആ പുതിയ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വരുമ്പോൾ ഈ പാപത്തിൻ്റെയും ഈ മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് പരിപൂർണ സ്വാതന്ത്ര്യം പ്രാപിച്ച് വേറൊരു സിസ്റ്റത്തിലോട്ടാണ് ദൈവം നമ്മളെ ആക്കി വെക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ ഗോസ്പൽ അല്ലെങ്കിൽ നമ്മുടെ സുവിശേഷങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒളിഞ്ഞെടുപ്പുണ്ട്. അത് പക്ഷേ യേശുവിൻ്റെ ആ ഒരു ഗോസ്പൽസിൻ്റെ നറേഷനും ലേഖനങ്ങളുടെ നറേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം അത് യേശുവാണ്, ദൈവമാണ്. അപ്പം ദൈവം ഒരു വാക്ക് പറയുമ്പം ആ വാക്കിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംക്ഷിപ്തമായി അടങ്ങിയിരിക്കുകയും അത് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുന്നതനുസരിച്ച് നമുക്കത് വെളിപ്പെടുകയും ചെയ്യും. പക്ഷേ ലേഖനങ്ങളുടെ സെന്റൻസ് സ്ട്രക്ചർ അങ്ങനെയല്ല. സാധാരണ ഒരു ലേഖനം പോലെ അത് ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഒറ്റ വാക്യത്തിൽ മാത്രമായിട്ട് ഒരിക്കലും ലേഖനത്തെ കയറി പിടിക്കരുത്. യേശുവിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒറ്റ പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ഒരു പ്രവാചക ശബ്ദം എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള വചനങ്ങളും ഈ ലേഖനങ്ങളിലെ എഴുത്തും തമ്മിൽ അത് ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മളത് അങ്ങനെ, അതായത് ഒറ്റ വാക്യത്തിൽ മാത്രം നമ്മൾ ലേഖനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആശയം കിട്ടത്തില്ല. അത് മൊത്തത്തിൽ നമ്മൾ പഠിക്കേണ്ടി വരും. അത് മൊത്തം ആശയം നമ്മൾ എടുക്കേണ്ടി വരും. അത് പരിശുദ്ധാത്മാവ് നമ്മളെ യഥാർത്ഥമായി നമ്മളെ പഠിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, യഥാർത്ഥമായി നമുക്ക് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരൊറ്റ പർട്ടിക്കുലർ വാക്യം മാത്രം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോ, അല്ലെങ്കിൽ നമ്മളതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്ന, പഠിപ്പിച്ചു തരുന്ന ആ ഒരു ലെവലിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ
നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫർദർ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലാണ് പുത്രത്വം. പുത്രത്വം എന്താ മീൻസ് യേശു പുത്രനാകുന്നുള്ള ആ പുത്രത്വമല്ല, നമ്മളുടെ ആ ഒരു സൺഷിപ്പ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കാരണം അതിനകത്ത് ചില പ്രസക്തിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു വന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിലെ ആ ശരിക്കും ആത്മാവിനെ തന്നെ അനുസരിച്ച് നടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ജഡത്തിന്റെ സിസ്റ്റം അല്ല. അത് വിശ്വാസികൾക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാകുകയും ആത്മാവിന്റെ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ മനഃപൂർവമായി നമ്മുടെ ആ ആത്മാവിനെ യേശുവിൻ്റെ കൊടുക്കുകയും യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ കയ്യിൽ വസിക്കുകയും അതിനുശേഷം നമ്മൾ ഈ നമ്മളിലുള്ള ആത്മാവിനോട് തന്നെ കൺസൾട്ട് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളോട് പറഞ്ഞു നൽകി നമ്മളെ നടത്തുകയും ചെയ്യുമെന്നുള്ള ഒരു ആശയമാണ് കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ കേട്ടത്. അപ്പോൾ അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അതിന് ഫർദർ ആയിട്ടുള്ള അടുത്ത നിലവാരമുണ്ട്, അടുത്ത ലെവലുണ്ട്. ഹല്ലേലൂയ. ഞാൻ അതിനകത്തൊരു ചെറിയൊരു ഒരു സംക്ഷിപ്തമായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചക്കാലം ചർച്ചിൽ ഒരു പ്രബോധനമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അത് ദൈവം ചർച്ചിനോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിലൂടെ ഞാൻ വായിച്ച വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ആ ഒരു വാക്യമാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഇന്നത്തെ വചന ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ദൈവം തന്നേക്കുന്ന ടോപ്പിക്ക് ആ പുത്രത്വത്തിന്റെ ആ ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ അതിന് ആധാരമായിട്ട് വായിക്കാൻ പോകുന്ന വചനം റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യമാണ്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പൗലോസ് ഈ എഴുതിയിരിക്കുന്ന വാക്യം ഈ 8-ാം അധ്യായത്തിൽ അതിന്റെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചക്കാലം പഠിച്ചായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. For those who are not walk according to the flesh but according to the spirit. അത് ചില ബൈബിളിൽ കാണാനില്ല, ഇപ്പം അത് പ്രശ്നമാണ്. പക്ഷെ ആക്ച്വൽ ബൈബിളിൽ ഉണ്ട് കേട്ടോ ആ ഒരു വാക്യം. അതായത് യേശുവിൽ ആയിരിക്കുന്ന അവസ്ഥ, സ്പിരിറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല, അതായത് സ്പിരിറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന അവസ്ഥ മാത്രമല്ല, അത് കൂടാതെ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ശിക്ഷാവധി ഇല്ലാത്തത്. അത് ഞാനത് ഫർദറായിട്ട് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചക്കാലം പഠിച്ചതൊക്കെയും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു വാക്യത്തെ നമ്മൾ കാണുവാൻ. അതായത് നമുക്ക് നമ്മുടെ മാനുഷികമായ ചില ചിന്താ സിസ്റ്റങ്ങളുണ്ട്. അതിനെ ഇൻഡയറക്ട്ലി സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പത്രോസിൻ്റെ ആ അനുഭവത്തിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതിനെ പൗലോസ് ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു. ജഡത്തിന്റെ ചിന്ത മരണമെന്ന് ക്ലിയർ കട്ടായിട്ട് പൗലോസ് പറയുകയും ചെയ്തു. അതായത് നമ്മൾ ഈ ജഡത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ സാധാരണ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന ചിന്താശക്തിനെ ഫോളോ ചെയ്താൽ നമ്മൾ നിത്യനാശത്തിലോട്ട് പോകുമെന്ന് പൗലോസ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ വണ്ണം ഇവിടെ പറഞ്ഞ് വെക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ഒരു വാക്യം നമ്മൾ എടുക്കുവാൻ. ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അതായത് അതിന് തൊട്ട് മുമ്പത്തെ എഴുതിയിരിക്കുന്ന വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഓക്കെ, ഇവിടെ നമ്മളത് ഓരോ വാക്കും വളരെ സൂക്ഷ്മമായും ആഴത്തിലും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണേ, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കുന്നതാണ് എഴുതിയേക്കണേ. അതായത് ആത്മാവിനാൽ ശരീരത്തിന്റെ ചിന്തകളെ മരിപ്പിക്കുന്നു എന്ന് അല്ല, പകരം ശരീരത്തിന്റെ പ്രവർത്തികളെ. അതായത് ഒരു വ്യക്തിക്ക്
ദൈവത്തിൻ്റെ സിസ്റ്റത്തിൽ വന്നാലും ദൈവത്തിൻ്റെ ആ സിസ്റ്റത്തിലാണെങ്കിൽ കൂടിയും ജഡികമായ ചിന്ത വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് അവിടെ മനസ്സിലാകുന്നത്. പക്ഷേ അത് നമ്മൾ അനുസരിച്ചാൽ മാത്രമേ പ്രവൃത്തിയായി വരുന്നുള്ളൂ. അതായത് എനിക്കൊരു ജഡത്തിൻ്റെ ഒരു ചിന്ത വന്നു, ആ ചിന്തേനെ അപ്പോഴേ മുളയിലേ നുള്ളിക്കളയാനുള്ള സിസ്റ്റം നമ്മൾ ചാവി ആയിട്ട് യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വരാം, ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് നിർത്താം. ഇൻ കേസ് വന്നാൽ തന്നെ അത് അഴിച്ചു മാറ്റാം. ഈ സാത്താനെ പരിപൂർണമായി പൂട്ടാം. സാത്താനെ അനങ്ങാൻ സമ്മതിക്കാതിരിക്കാം. നമ്മുടെ എല്ലാ മണ്ഡലങ്ങളെയും നമുക്ക് സെക്യൂർ ചെയ്യാം. നമ്മൾ ഉത്തരവാദിത്ത മണ്ഡലങ്ങളെ പോലും സെക്യൂർ ചെയ്യാം. അവിടെ സാത്താൻ വരാതെ സെക്യൂർ ചെയ്യാം. അതൊക്കെ അങ്ങനെ പറ്റും. അത് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ ബൈബിൾ സ്റ്റഡിയോ ആഴത്തിൽ ചിന്തിച്ചാൽ അത് മനസ്സിലാവും. എങ്കിൽ കൂടിയും എങ്ങനെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ചിന്ത വരുന്നാൽ ആ ചിന്തേനെ നമ്മൾ ഒരു കാരണവശാലും പ്രവർത്തിക്കരുത്. അപ്പോഴേ അതിനെ നുള്ളിക്കളയുക, അപ്പോഴേ അതിനെ കിക്ക് ഔട്ട് ചെയ്യണം, അപ്പോഴേ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണം. ഒരു കാരണവശാലും ചിന്ത പ്രവൃത്തിയായിട്ട് വരരുത്. അത് ആത്മാവിനാൽ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവിടെ അടുത്ത വാക്യം എഴുതുന്നത്. ഒരു വ്യക്തി അയാളുടെ ജീവിതം ശരിക്കും നയിക്കപ്പെടുന്നത് അവൻ്റെ സകല ആക്ടിവിറ്റീസ്, അവൻ്റെ സകല ഇടപാടും, അവൻ്റെ സകല ഡിസിഷൻ മേക്കിങ്ങും, അവൻ്റെ ഈ ഭൂമിയിലെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ശരിക്കും ദൈവാത്മാവ് നടത്തി ദൈവം പറയുന്നത് അനുസരിച്ചാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പം ഈ ഒരു കാര്യം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഇനി ഞാൻ 16 വാക്യത്തിലോട്ടാണ് പോകുന്നത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. നമ്മളിവിടെയൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കണേ. ഇച്ചിരി ശ്രദ്ധിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ചപ്പോഴാണ് ഞാൻ ഒത്തിരിയും പ്രാവശ്യം ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലോട്ട് തെളിക്കുന്നിടം വരെ നമുക്കിത് മനസ്സിലാവില്ല. അതങ്ങോട്ട് നമുക്ക് തിരിയത്തില്ല. ഇവിടെ ഒരു കാര്യം കാണുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അപ്പൊ ഇവിടെ 2 ആത്മാവിനെ കുറിച്ച് പൗലോസ് എഴുതിയേക്കുന്നു. ഒന്ന് ഒരു ആത്മാവെന്ന് എഴുതിയിട്ടുണ്ട്, അതിനുശേഷം നമ്മുടെ ആത്മാവെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ആത്മാവുമാണ്. 2 ആത്മാവുണ്ട് അവിടെ. 2 ആത്മാവ് സിസ്റ്റം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ യഥാർത്ഥമായി ഇനി ശ്രദ്ധിക്കണം, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അത് വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയും പരിശുദ്ധാത്മാവ് എന്നോട് എന്നെ വെളിപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ഇരുന്നാൽ അത് ദൈവം വെളിപ്പെടുത്തുകയും ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു 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 നോളജാണ്, ദൈവിക നോളജാണ് ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പൗലോസ് നമ്മളെ പഠിപ്പിക്കുക, നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ മക്കളാണോ അല്ലയോ എന്ന് നമുക്ക് ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളാണോ എന്നുള്ള ഒരു കാര്യം. ഇനി എഗെയിൻ ഞാൻ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആവുകയാണെ. അതിന് മുമ്പത്തെ ഒരു വാക്യം കൂടെ വായിക്കാം, അപ്പം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരും. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇവിടെ പൗലോസ് വേറൊരു സാധനം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതെന്താന്ന് വെച്ചാൽ പുത്രത്വത്തിൻ്റെ ആത്മാവ്. പുത്രത്വമല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവെന്നാണ് ഇവിടെ പറയുന്നത്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ്. ഇനി അത് ഒരു റഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ശരിക്കും ജെന്യുവിനായിട്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, അവൻ ദൈവത്തിന്റെ മകനാ. അവന്റെ ഈ സൺഷിപ്പ് എന്ന് പറഞ്ഞ കാര്യം, പുത്രത്വം എന്ന് പറഞ്ഞ സാധനം അങ്ങനെ ഇങ്ങനൊന്നും പോകുന്ന സാധനമല്ല. അവൻ പാപം ചെയ്താലും അവന്റെ പുത്രൻ എന്നുള്ള സ്റ്റാറ്റസ് പെട്ടെന്നൊന്നും പോവില്ല. അത് ഭയങ്കര അത് ഇപ്പോഴല്ല അതിന്റെ പോകണം. അല്ലെങ്കിൽ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ കുറച്ച് ഒരു വേറൊരു നിലവാരം, വേറെ സമയത്ത് അത് പോവുക. ഇനി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ മുടിയൻ പുത്രൻ ഉണ്ടല്ലോ, യേശു തന്നെ പറഞ്ഞ കഥയിൽ, മുടിയൻ പുത്രൻ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അപ്പന്റെ ഭവനത്തിൽ നിന്ന് വിട്ടുപോയിട്ട് അവൻ അവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച അവസ്ഥ, മൊത്തം പാപിയായി, മൊത്തം പന്നികളുടെ കൂട്ടത്തിലുള്ള ആ അവസ്ഥ ഒന്ന് മനസ്സിലാലോചിക്കുക. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോന്ന അത്രയും പാപത്തിന്റെ അവസ്ഥയാണെങ്കിലും ഈ വ്യക്തിയുടെ അപ്പൻ ആ പുള്ളി തന്നെയല്ലേ, അല്ലെങ്കിൽ ആ പുള്ളിയുടെ മോൻ തന്നെയല്ലേ ഇത്? അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് പുത്രത്വം എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വൺസ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയത് തന്നെ. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. പ്രയോജനമില്ല എന്ന് പറയാൻ കാരണം, അവിടെ തന്നെ ഈ മുടിയൻപുത്രന്റെ കാര്യത്തിൽ 2 പ്രാവശ്യം പറയുന്നുണ്ട്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അപ്പോ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അങ്ങ് വിട്ടുപോയാൽ, ദൈവത്തിന്റെ സന്നിധി പുത്രനാണ്, പക്ഷെ മരിച്ച പുത്രനെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? വല്ല ഗുണമുണ്ടോ? അപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും പാപം ചെയ്ത് നമ്മൾ മാറിപ്പോയാൽ സ്റ്റാറ്റസ് പുത്രൻ തന്നെയാ, പക്ഷെ മരിച്ച പുത്രനായിരിക്കും. ഹല്ലേലൂയ. ഇനി അത് കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇന്ന് ഈ ഒരു വേദഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോവാ. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പൗലോസ് ഇവിടെ പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പുത്രത്വത്തിന്റെ ഒരു ആത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്നു. പുത്രത്വത്തിന്റെ ആത്മാവ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. അതായത് നമുക്കറിയാം, ആത്മാവ് ഒന്നാണെങ്കിലും ആത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ പല രീതിയിലാണ്. പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ശരിക്കും നമുക്ക് എവിഡൻ്റ് ആണ്, ഭയങ്കരമായിട്ട് എവിഡൻ്റ് ആണ്. അതായത് ആത്മാവ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ കാര്യം ചെയ്യാനും അല്ലെങ്കിൽ ഓരോ സ്റ്റാറ്റസിനും ഉള്ള ഓരോ ആത്മാവുണ്ട്. ഈ യെഹെസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ 25, 26 ആ ഭാഗങ്ങളിൽ, 27 വാക്യങ്ങളിലൊക്കെ അവിടെ ഒരു കാര്യം കാണുന്നു. ഒരു പുതിയ ആത്മാവ് തരും. ഒരു കല്ലായ ഹൃദയം ഉള്ളിൽ നിന്ന് മാറാൻ വേണ്ടി ദൈവം കൊടുത്ത ആത്മാവ് പുതിയ ആത്മാവാണ്. അതിനുശേഷം ആ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ തരുമ്പോഴാണ് ദൈവത്തിന്റെ ചട്ടങ്ങളിലും വിധികളിലും വസിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഓരോ ആത്മാവിനും അതിൻ്റെതായ ഫങ്ഷൻ ഉണ്ട്. അപ്പൊ ഈ അങ്ങനെ നോക്കുമ്പോൾ ഈ പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന ആത്മാവ് വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു ആത്മാവാണ്. അത് ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ആഗ്രഹിക്കുന്നു. പുത്രത്വത്തിന്റെ ആത്മാവ് വളരെ സെൻസിറ്റീവാണ്. ഹല്ലേലൂയ. അത് നമ്മൾക്കത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തില് 12-ാം അധ്യായത്തില് 10-11 വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞ് കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. നമുക്ക് ഈ വാക്യം വളരെ സുപരിചിതമായ വാക്യമാണ്. ഇവിടെ സാത്താൻ ദൈവമക്കളെ രാപ്പകൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇനി ഈ അവിടെ ചെന്ന വ്യക്തി ജീവിതങ്ങളിൽ അവരുടേതായിട്ടുള്ള, അതായത് ഇത്
അതായത് ഇതിനെ സാത്താനെ വെട്ടി താഴിട്ടതിന് ശേഷമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആയതുകൊണ്ട്, സഭ എടുക്കപ്പെട്ടതിന് ശേഷമായിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തി ജീവിതങ്ങളെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോ ഈ വാക്യം ശരിക്കും പറഞ്ഞാൽ ഇത് സല്യൂട്ട് ചെയ്യുന്നത്, ഇത് പറയുന്നത് വേറൊരു സമയത്തേക്ക് പറയുന്ന ഒരു വാക്യമാണ്. ഫ്യൂച്ചർ ടെൻസ്, ഒരു നടക്കാൻ പോകുന്ന സമയത്ത് പറയുന്ന ഒരു വാക്യമാണ്. പക്ഷേ നമ്മൾ ആ ഒരു കാര്യത്തെ പ്രസന്റ് ടെൻസിലോട്ട് എടുക്കാം. പ്രസന്റ് ടെൻസിലോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ അവസ്ഥയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു. അതായത് നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ ഇരിക്കുന്നു. ഓക്കെ, സപ്പോസ് നമ്മൾ ശരിക്കും പറഞ്ഞ ഇവിടെ എഴുതണം എങ്ങനെയാ? സാത്താനെ ജയിക്കേണ്ടത് കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും, അതായത് യേശുവിൻ്റെ രക്തം ശരിക്കും കഴുകൽപ്പെട്ട ഒരു ജയമുണ്ട്. പിന്നെ നമ്മുടെ സാക്ഷ്യവചനം ഹേതുവായി ജയിക്കുക, അതായത് നമ്മുടെ സാക്ഷ്യത്തെ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥ. അത് പിന്നെ നമ്മൾ പ്രാണനെ സ്നേഹിക്കുക, ശരിക്കും നമ്മളെ സെൽഫായിട്ട് ഡിനേ ചെയ്ത് യേശുവിനെ ഫോളോ ചെയ്യുന്ന അവസ്ഥ, തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്തിട്ട് അനുഗമിക്കുന്ന അവസ്ഥയിലുള്ളവൻ അവിടെ എത്തണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി സപ്പോസ് പ്രാക്ടിക്കലൈസ് ചെയ്യാൻ പറയണേ, ഒരു വ്യക്തി, ദൈവത്തിൻ്റെ പൈതലായ ഒരു വ്യക്തി, അവൻ്റെ ജീവിതത്തിൽ പാപം വന്നു. ഓക്കെ, അതായത് അവൻ്റെ ജീവിതത്തിൽ മലിനത വന്നു. മലിനത വന്നു കഴിഞ്ഞാൽ, അതായത് ഇവൻ സാത്താൻ്റെ അടുത്ത് പരാജയപ്പെട്ടു, ഇവൻ പാപത്തിൽ അകപ്പെട്ടു എന്ന് വെച്ചോ. അതായത് ഇവൻ്റെ ആ വിശുദ്ധി നഷ്ടമായി. ഒരു പക്ഷേ അതായത് ഈ മരണകരമായ പാപം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആത്മാവ് നഷ്ടപ്പെടുന്ന പാപമാണ്. അത് അത്ര അതായത് അത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് നടക്കുന്നൊന്നുമല്ല. അതായത് നമുക്ക് പ്രസന്റ്ലി തന്നെ ചില പാപങ്ങൾ ചെയ്ത ആത്മാവ് നമ്മളിൽ നിന്ന് പോവും, നമ്മളിൽ നിന്ന് ഔട്ടായി പോവും. പിന്നെ അതിനെ ചില പാപം ചെയ്ത ആത്മാവ് വിട്ടു പോകത്തില്ല, ആത്മാവ് വേദനിക്കും, ആത്മാവ് കുറ്റപ്പെടുത്തും, അത് ആത്മാവ് ഉള്ളിൽ വരുന്നത് കരയും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് ആത്മാവ് പെയിൻ എടുക്കും. പക്ഷെ ചില പാപം ചെയ്തു കഴിഞ്ഞാൽ, മരണകരമായ പാപം എന്ന് പറഞ്ഞാൽ ആ ആദാമിൻ്റെ ഹവ്വയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞാൽ ആ തേജസ്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെതായ ആത്മാവിൻ്റെ സിസ്റ്റം നമ്മളിൽ നിന്നങ്ങ് പോവും. അങ്ങനെ പോയാലും പുത്രത്വമൊന്നും, അതായത് പുത്രനാകുന്ന ടൈറ്റിലൊന്നും പെട്ടെന്ന് പോവില്ല, അത് പോകത്തില്ല അങ്ങനെയൊന്നും. പക്ഷെ മരിച്ച പുത്രനായി പോകും, മരണകരമായ അവസ്ഥയിലാവും. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. പോയിന്റ് വളരെ ശ്രദ്ധിക്കണേ. ഒരു വ്യക്തി പാപം ചെയ്തു, സാത്താന്റെ മുമ്പിൽ പരാജയപ്പെട്ടു, അവൻ മൊത്തത്തിൽ ഔട്ടായി, അല്ലെങ്കിൽ അവൻ ശരിക്കും പാപം വന്നു എൻ്റെ മേൽ. ആ സമയത്ത് ശ്രദ്ധിക്കണേ, സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ വാദിക്കുന്നല്ലേ പറയണേ. അതായത് ശരിക്കും ദൈവത്തിന്റെ സന്നിധി പ്രാഗൽഭ്യം വേണമെങ്കിൽ യേശുവിന്റെ രക്തം നമ്മളെ കഴുകി വൃത്തിയായി, അല്ലെങ്കിൽ കഴുകിയിരിക്കുന്ന അവസ്ഥ തന്നെ വേണം. പക്ഷെ പരാജയപ്പെട്ട അവസ്ഥയാണെന്ന് നോക്കുക. ഒന്ന് സപ്പോസ് അങ്ങനെ പരാജയപ്പെട്ട അവസ്ഥയാണെന്ന് ഓർത്തോ. അങ്ങനെ ഒന്ന് ഓർക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാവും. ഈ സാത്താൻ വെറുതെ നിൽക്കില്ല. സാത്താൻ ഭയങ്കരമായിട്ട് അതായത് നമ്മളെ ശരിക്കും പറയാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോട് നിർത്തുന്ന സംഭവമാണ് രക്തം. രക്തത്തിന്റെ അവിടെ ആ വീണ്ടെടുപ്പിന്റെ ആ സിസ്റ്റത്തിൽ പോലും സ്പോയിലിംഗ് വന്നു. ഇനി അവൻ പാപം ചെയ്തിട്ട് പിന്നെയും പുതിയതായ രക്തത്താൽ പിന്നെ കഴുകൽ പ്രാപിക്കുകയും അവൻ യഥാർത്ഥമായ നിരപ്പ് പ്രാപിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവിടെ ആ ഒരു സംജാതമായെന്ന് കൂട്ടിക്കോ. ആ സമയത്ത് നമുക്ക് അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ കൊണ്ടല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടെ, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുമായിരുന്നോ? അതായത് ഇപ്പൊ നമ്മൾ പിന്മാറ്റത്തിലാണെങ്കിൽ പോലും ദൈവത്തിന്റെ വചനത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. അതും ആത്മാവ് തന്നെയല്ലേ? ഓക്കെ, ആ ആത്മാവ് ഭാരമായി വരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പിന്നെയും രക്ഷയിലോട്ട് നയിക്കാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന, നമ്മളെ വീണ്ടും മാനസാന്തരത്തിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ആത്മാവ് തന്നെയാണ്. അപ്പൊ ആത്മാവിന്റെ ഒരു പ്രവർത്തനം അവിടെ ഉണ്ട്.
ഈവൻ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലോട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് രക്ഷയിലായ വ്യക്തിയാണെങ്കിൽ തന്നെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, ഈ പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പുത്രത്വത്തിന്റെ ആത്മാവ് പെട്ടെന്ന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ആത്മാവാണ്. പുത്രത്വം അല്ല, പുത്രത്വത്തിന്റെ ആത്മാവ്. അത് സംശയം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, കാരണം പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആത്മാവാണ്. ഈ പുത്രത്വത്തിന്റെ ആത്മാവ്, ആമേൻ ഹല്ലേലൂയ, പാപം നമ്മളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരിക്കും വീണ്ടും കഴുകൽ പ്രാപിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളെങ്കിൽ പുത്രത്വത്തിന്റെ ആത്മാവ് ഫംഗ്ഷൻ അവിടെ ഉണ്ടാവത്തില്ല. വേറെ പല ആത്മാവിന്റെ ഫംഗ്ഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റ് ഒക്കെ ഉള്ള വ്യക്തിയാണ്, അന്യഭാഷയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ പ്രവചനമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ വേറെ വീര്യപ്രവൃത്തികളുള്ള വ്യക്തിയാണ്, രോഗശാന്തിയുള്ള വ്യക്തിയാണ്. ഈ വ്യക്തി ബാക്കി പല ആത്മാവും അവനിൽ വർക്ക് ചെയ്യും, അവന് ഉപയോഗിക്കാം. ഈ പരിശുദ്ധാത്മാവ് അവനെ വ്യക്തമായി കറക്റ്റായിട്ട് നടത്താനോ അല്ലെങ്കിൽ സംഭവത്തിനോ ഒക്കെ ഉപയോഗിക്കും. വേറെ പല രീതിയിൽ ഉപയോഗിക്കും. വെളിപ്പാടുകൾ ഉള്ള വ്യക്തിയാണെങ്കിൽ വെളിപ്പാടൊക്കെ വരും. പക്ഷേ ഇത് കേട്ടോ, ഇത് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തന്നൊരു സാധനം, എൻ്റെ അനുഭവത്തിലൂടെയും പഠിപ്പിച്ചു തന്ന സാധനമാണ്. പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മൾ ശരിക്കും ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, ഓ ഹല്ലേലൂയ, ഒരു ശകലം പോലും കളങ്കം നമ്മളെ മേൽ ഉണ്ടാവാൻ പാടില്ല. ഒരു ആത്മാവ്, ഒരു ആത്മാവിന്റെ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ, ഒരു പ്രത്യേക ഒരു മാനിഫെസ്റ്റേഷൻ, പുത്രത്വത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. അത് വേണം. അത് ശരിക്കും നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഇവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. അപ്പോ ദൈവമേ, ഞാൻ ശരിക്കും അങ്ങയുടെ മകനാണോ? ഞാൻ ശരിക്കും അങ്ങയുടെ ആ പുത്രത്വത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടോ എന്ന് ഇതേ ദൈവത്തോട് തന്നെ ഒരു വിശ്വാസി ചോദിച്ച പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ടും പറയും. എനിക്ക് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. അല്ലല്ലോ, അതായത് ഒരു ശകലം പോലും നമ്മുടെ മേൽ പാപമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബ്ലെയിമിങ്ങോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സാത്താൻ എന്തെങ്കിലും അഡ്വാൻറ്റേജ് എടുക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇത് പ്രാർത്ഥിച്ചു നോക്കൂ. ആ സമയത്ത് പരിശുദ്ധാത്മാവ് കറക്റ്റായിട്ട് പറയും, നോ, യു ഡോണ്ട് ഹാവ് ദാറ്റ് സ്പിരിറ്റ് ഇൻ യു. ഇനി അത് കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായി, ദൈവമേ ഞാൻ തെറ്റിപ്പോയി, എനിക്ക് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, എവിടെ വെച്ചാൽ തെറ്റിയെന്ന് പോലും മനസ്സിലാവില്ല. അപ്പൊ ദൈവത്തോട് ആത്മാർത്ഥമായി, ദൈവമേ എനിക്ക് പുത്രത്വത്തിന്റെ ആത്മാവ് കിട്ടിയേ പറ്റൂ. ഓ ജീസസ്, എനിക്കത് കിട്ടിയേ പറ്റൂ. എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപം അവിടുന്ന് മനഃപൂർവ്വമായി ക്ഷമിക്കണമേ, അതെന്നെ വെളിപ്പെടുത്തണം, ഓർമ്മപ്പെടുത്തണം, എന്നെ കാണിച്ചു തരണമേ എന്നൊക്കെ ആത്മാർത്ഥമായി നമ്മുടെ ആഗ്രഹം ജെന്യുവിനാണെങ്കിൽ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തുകയും നമ്മളത് ദൈവമേ വീണ്ടും അവിടുന്ന് അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകി വെടിപ്പാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആമേൻ, പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി നമ്മളോട് ക്ഷമിച്ചിട്ട് ആമേൻ, എന്നിട്ട് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ ആമേൻ, ഞാൻ നിന്റെ പുത്രനാണോ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായ കൺവിക്ഷൻ തരും, യെസ്, പുത്രൻ തന്നെയാ. ഹല്ലേലൂയ. ഇതൊരു അനുഭവമാണ്. ഹല്ലേലൂയ. കാരണം ഇത് അധിക സ്ഥലങ്ങളിൽ ഇച്ചിരി ഡീപ്പായിട്ട് കിടക്കുകയും ചെയ്യുന്നൊരു സാധനമാണ്. ഇതൊരു ആത്മാവ് നമ്മളെക്കുറിച്ച് ടെസ്റ്റിഫൈ ചെയ്യുന്നൊരു സാധനം. നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. അത് ചിലവർക്കെങ്കിലും ഹല്ലേലൂയ അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ജോയിയങ്കിളൊക്കെ ചിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ജോയിയങ്കിളിന് അത് അനുഭവം ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഒരു പക്ഷേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. കാരണം നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുകയും പലപ്പോഴും ഈ പറഞ്ഞ ഈ ലെവലിലോട്ടൊന്നും പോകാതെ മനുഷ്യനാണ് ചില തെറ്റുകൾ കുറ്റങ്ങളൊക്കെ പറ്റുമെന്നുള്ള ഒരു കൺസെപ്റ്റിലാണെങ്കിൽ അത് നമ്മൾ ഭയങ്കര ഡേഞ്ചർ അവസ്ഥയല്ല. ഇത് അങ്ങനെയൊന്നും അല്ല ദൈവത്തിൻ്റെ സിസ്റ്റം. ഹല്ലേലൂയ. നമ്മൾ പക്ക ബ്ലെയിംലെസ് ആയി നമ്മുടെ നമ്മുടെ ബോഡി, നമ്മുടെ സോൾ, നമ്മുടെ സ്പിരിറ്റ് പ്യൂറായിട്ട് ബ്ലെയിംലെസ് ആയിട്ട് നിർത്താൻ തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ പറ്റുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ജ്ഞാനം എടുത്തിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അതേ രീതിയിൽ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്ന ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. അപ്പോ ശരിക്കും പുത്രത്വത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ,
യെസ് ആമേൻ, നമ്മളിൽ കീപ്പ് ചെയ്യണമെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ജയിച്ച് തന്നെ ഇരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പല മണ്ഡലങ്ങൾ മറ്റുള്ളവർക്ക് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ യെസ് പല കാര്യങ്ങൾ അറിയാതെയോ കാണുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ യെസ് ഏതെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴൊക്കെയും യെസ് ആമേൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ യെസ് ആമേൻ ആ ദൈവത്തിൻ്റെ യെസ് ആമേൻ ഹല്ലെ മുന്നിൽ അബ്സല്യൂട്ട് ഓൾ റൈറ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ കറക്റ്റ് ദൈവത്തിൽ നിന്ന് കേട്ട്, അതായത് ആട് ഇടയനെ ശരിക്കും കേട്ട് ഇടയനെ ഫോളോ ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സാത്താൻ എൻ്റെ ഇടയ്ക്ക് ഒരു ഫംഗ്ഷൻ ഇല്ല, അവന് കയറി അങ്ങനെ വരാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ദൈവനെ അതിശക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ. ഭയങ്കര സംഭവം കേട്ടോ. അതായത് ഈ സാത്താൻ നമ്മളിൽ കയറുന്നതും ദൈവം നമ്മളിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ്, ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ്. അത് നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആക്ഷനും, എല്ലാ പാപങ്ങളും, എല്ലാ മിസ്റ്റേക്കുകളും, ഇനി എല്ലാ ആത്മാവിൻ്റെ സമയം അപ്ലിഫ്റ്റ്മെൻറ്റും എല്ലാം നടത്തുന്നത് കമ്മ്യൂണിക്കേഷനിലാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ഇടപാടോ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവും സാത്താൻ്റെ ആത്മാവും തമ്മിലുള്ള ഇടപാടാണത്. അപ്പോൾ ശരിക്കും യേശുവിനെ നമ്മൾ ശരിക്കും കേൾക്കണം. ശരിക്കും ഒരു ഇടയൻ സമയം ഒരു ആടിനെ സമയം എങ്ങനെ സമയം അവൻ ആടുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെ ആടിനെ നടത്തുവാൻ സമയം ഒരു ഇടയന് പറ്റുമോ അങ്ങനെ തന്നെ നടത്താനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതിന് കമ്മ്യൂണിക്കേഷൻ കൂടിയേ തീരൂ. അപ്പോൾ ഈ ആ ഇടയനെ കേൾക്കാതെ അല്ലെങ്കിൽ ഇടയൻ്റെ ഭാഗത്തോട്ട് പോകാത്തൊക്കെ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ഒത്തിരി മാറിയ അല്ലെങ്കിൽ ഒത്തിരി 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 അകന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. അതായത് പേരിന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ അതായത് ആ ദൈവമക്കൾ എന്നുള്ള പേര് മാത്രം. പക്ഷേ യഥാർത്ഥമായ ദൈവമക്കളാണെങ്കിൽ സമയം നമുക്ക് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തുകയും പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഹല്ലേലൂയ നമ്മളിൽ ഉള്ള അവസ്ഥയെ നമ്മൾ കീപ്പപ്പ് ചെയ്യുകയും വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഭയങ്കര ആമേൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 43-ാം വാക്യം ഒന്ന് നോക്കുക. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എൻ്റെ വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ലായക കൊണ്ടത്രേ. അത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ട്രാൻസ്ലേഷൻ പ്രശ്നമുണ്ട് അവിടെ. കാരണം അതായത് ഇവിടെ എഴുതിയേക്കുന്നത് എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എൻ്റെ വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ലായക കൊണ്ടത്രേ. അതായത് ഇവിടെ എഴുതിയേക്കുന്ന അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഗ്രഹിക്കാൻ സാധാരണഗതിയിൽ ചാൻസ്, അതായത് ദൈവത്തിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കാത്തത് കാരണം തന്നെ നമുക്ക് അതിനോട് മനസ്സില്ല, നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുന്നില്ല എന്നാണ് സാധാരണഗതിയിൽ മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാകുക. പക്ഷെ അവിടെ അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. Why do you not understand what I am saying? It is because you cannot hear my word. അതായത് എനിക്ക് താല്പര്യമില്ല എന്നല്ല എഴുതിയേക്കണേ, നിനക്ക് അതിന് കഴിയുന്നില്ല എന്നാണ്. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ ഈ മറ്റേ ഞാൻ ഗ്രീക്ക് ബൈബിളും കൺസൾട്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് കുറച്ചുകൂടെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൽ നിന്ന് കേൾക്കാൻ വേണ്ടി നമ്മൾ മനസ്സ് വെച്ചു എന്ന് വെച്ചോ. അങ്ങനെ മനസ്സ് വെച്ചാലും ദൈവത്തിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യാതെ നമുക്ക് കേൾക്കാൻ പറ്റൂല. ഇവിടെ എഴുതിയേക്കുന്നത് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ്. അതായത് മനസ്സിൻ്റെ ഒരു കേസല്ല. ഇപ്പോൾ ഒരാൾക്കൊരു എനിക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കണം, അല്ലെങ്കിൽ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് കേൾക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മലയാളത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. പക്ഷേ താല്പര്യമുണ്ടെങ്കിലും കേൾക്കാൻ നമുക്ക് പറ്റണമെന്ന് നിർബന്ധമില്ല. കാരണം കേൾക്കാൻ പറ്റണമെങ്കിൽ സെർട്ടൺ സിസ്റ്റം ഉണ്ട്. ഹല്ലേലൂയ. ആ ഒരു സിസ്റ്റം നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ യഥാർത്ഥമായി ആദ്യം പാപം ശരിക്കും ഏറ്റുപറഞ്ഞ് ശരിക്കും കഴുകൽ പ്രാപിച്ച്
ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ചിട്ട് നമ്മുടെ സ്പിരിറ്റിനെ യേശുവിന്റെ പർപ്പസ്ഫുള്ളി കൊടുക്കുകയും യേശുവിന്റെ സ്പിരിറ്റ് നമ്മളിൽ വരികയും ചെയ്തിട്ട് ആമേൻ ഹല്ലേലൂയ, ദൈവമേ പറയൂ, ഞാൻ എന്താ ചെയ്യണ്ടേ, ആമേൻ ഹല്ലേലൂയ, അവിടുന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് യഥാർത്ഥമായി ആ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്തിട്ട് ആമേൻ ദൈവത്തിന്റെ വചനം ചോദിച്ചു നോക്കിയോ, അല്ലെങ്കിൽ ദൈവമേ അരുളപ്പാട് ചോദിച്ചോ, ദൈവം നമ്മളെ നടത്തേണ്ട കാര്യം സമയം ചോദിച്ചോ, ഉറപ്പായിട്ടും ദൈവം പറയും. ഒന്നി പരിശുദ്ധാത്മാവിൽ തന്നെ പറയും, അല്ലെങ്കിൽ വചനത്തിൽ കൂടെ പറയും, എങ്ങനെങ്കിലും പറയും, പറയാതിരിക്കില്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ സമയം ഒരു ഇടയൻ ആട് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് പോലും ചെയ്യില്ല. ആമേൻ. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് എല്ലാം ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഈ ബുക്കിൽ എഴുതിയേക്കുന്നത് നമ്മൾ വായിച്ച് പഠിക്കാനുള്ളതാണ്. അങ്ങനെ പഠിക്കാൻ വേണ്ടി ആരെങ്കിലും അതായത് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ അതായത് ഇന്റൻഷനൊക്കെ കൊള്ളാം, താല്പര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഇത് ദൈവം ഉദ്ദേശിക്കുന്ന പോലെ അകത്തോട്ട് കയറില്ല. അകത്തോട്ട് കയറണമെങ്കിൽ ആദ്യം നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ഒരു നിരപ്പ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടായിരിക്കണം. പരിപൂർണമായി നമ്മൾ ക്ഷമ പ്രാപിച്ച്, പാപക്ഷമ പ്രാപിച്ചിട്ട്, ദൈവമേ യഥാർത്ഥമായ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ചിട്ട്, നമ്മുടെ സ്പിരിറ്റിനെ ആമേൻ, ഞാൻ എൻ്റെ റൂഹേനെ, എൻ്റെ ആത്മാവിനെ യേശു നിന്റെ തരുന്നു, അവിടുന്ന് അതങ്ങ് അത് യഥാർത്ഥമായി നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വരുന്നതറിയാം. എന്നിട്ട് ആ സ്റ്റാറ്റസ് കീപ്പ് ചെയ്തിട്ട് പിന്നെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ tell me what shall I do, I am your child. ഹല്ലേലൂയ. ആമേൻ, നിന്റെ ഒരു മകനാ. ഹല്ലേലൂയ. tell me, ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിയത്തില്ല. അങ്ങ് എൻ്റെ ജീവിതം നയിക്കണമേ, എന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്ത മണ്ഡലങ്ങളെയും അവിടുന്ന് നയിക്കണമേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആ ഒരു നിലവാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പറയുമ്പോൾ, ഹല്ലേലൂയ, ദൈവം പറഞ്ഞു തുടങ്ങും. ആമേൻ ഹല്ലേലൂയ. അല്ലാതെ ആ സ്റ്റാറ്റസ് ഒന്നും കീപ്പ് ചെയ്യാൻ മെനക്കെടാതെ എന്നിട്ട് നേരിട്ട് എനിക്കിന്ന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതായത് ഇവിടെ മനസ്സില്ലാത്തതുകൊണ്ടെന്നൊക്കെ മറ്റേ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് കഴിയത്തില്ല. യു ഡോണ്ട് ഹാവ് ദ സ്റ്റാറ്റസ് ടു റിസീവ് ദ റിയൽ വേർഡ് ഓഫ് ഗോഡ്. അതാണ് എൻ്റെ പ്രശ്നം. അപ്പൊ ഇതൊക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള, ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാകേണ്ട വചന സത്യങ്ങളാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ എഴുതിയേക്കുന്നത് ഈ അടുത്ത, അതായത് തിരിച്ച് നമ്മൾ റോമാലേഖനത്തിൽ വന്നു കഴിഞ്ഞാൽ 17-ാം വാക്യത്തിൽ, നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അത്രയും പോർഷൻ അതിന് ഭയങ്കര ആശയമുണ്ട്, ഭയങ്കര പവറുണ്ട് നമുക്ക്. ആമേൻ. അതായത് പുത്രത്വത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആമേൻ. പരിശുദ്ധാത്മാവെന്ന് ചോദിച്ചു നോക്കിയോ. ദൈവമേ ആത്മാവേ, എനിക്ക് ശരിക്കും ആ പുത്രത്വത്തിന്റെ ആത്മാവുണ്ട്. ഡു ഐ ഹാവ് ദാറ്റ് സ്റ്റാറ്റസ് എന്ന് പരിശുദ്ധാത്മാവ് ആമേൻ യു ഹാവ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണോ നിങ്ങള്? അമ്മാൻ ഹല്ലേലൂയ. യേശു എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കര പവറാ, ഭയങ്കര അധികാരം നിങ്ങൾക്ക്. ആ യേശുവിന്റെ കൂട്ടവകാശിയാണ്. ഹല്ലേലൂയ. ആ ഫുൾ അതോറിറ്റി ഒരു വലിയ ആമേൻ ഹല്ലേലൂയ, ഒരു വലിയൊരു മുതലാളി, അല്ലെങ്കിൽ വലിയൊരു ജന്മീഡ്, അല്ലെങ്കിൽ ആദാനിയുടെ അംബാനിയുടെ അവരുടെ മക്കളെ പോലെ ആ ഫുൾ റൈറ്റും ഉള്ള ഒരു ടീമാണ്. ഹല്ലേലൂയ. ഒരു ഭയങ്കര ഒരു ഹൈ പവറായിട്ടുള്ള ഒരു ആത്മീയ നിലവാരമാണ്. നമുക്ക് ആത്മാവിനാൽ ആമേൻ ഇതൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് നമുക്ക് ആമേൻ ഹല്ലേലൂയ നമുക്ക് വിവേചിച്ചെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. വിവേചിച്ചെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. അതൊരു പെരിഫറൽ ആയിട്ടുള്ള കേസ് അല്ല പറയണേ, ഞാനൊരു ഡീപ്പായിട്ട് ആമേൻ ഇറങ്ങിയാണ് പറയണേ. കാരണം ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിയ അതായത് സാത്താൻ എപ്പോഴും നോക്കുന്നത് എങ്ങനെയെങ്കിലും ഈ പുത്രത്വത്തിന്റെ സ്റ്റാറ്റസ് ഇവനിൽ നിന്ന് കളയുക, പുത്രത്വത്തിന്റെ ആത്മാവിനെ കളയുക. പുത്രത്വത്തിന്റെ ആത്മാവിനെ കളഞ്ഞ് പിന്നെ എന്തെങ്കിലും പാവം വന്നു കഴിഞ്ഞാൽ പിന്നെ സാത്താൻ പയ്യെ ഡ്രാഗ് ഓഫ് ചെയ്ത് അവനെ വേറൊരു നിലവാരത്തിൽ, വേറൊരു രീതിയിലോട്ടാകാൻ വേണ്ടി ശ്രമിക്കും. ഹല്ലേലൂയ.
നമ്മൾ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസ ജീവിതം വളരെ സെൻസിറ്റീവായിട്ട് യേശാമൻ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ യേശാമൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ അനേകർ ബുദ്ധിമുട്ടുന്നത്, എനിക്കത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. കാരണം എൻ്റെ തന്നെ ലൈഫിൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുവിധം നല്ല റിലേഷനിൽ ആണെങ്കിൽ കൂടിയും പരിശുദ്ധാത്മാവ് വൺസ് ഇതൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പോലും എന്തോരം ദൈവത്തിൻ്റെ ആ പദ്ധതികളിൽ നിന്ന് മാറി ഡീവിയേറ്റ് ചെയ്ത് പോയിരുന്ന ഒരു വ്യക്തിയാണെന്ന് പരിശുദ്ധാത്മാവ് സമയം എനിക്ക് വെളിപ്പെടുത്തിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഹല്ലേലൂയ. കാരണം ഓരോ വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. വ്യക്തമായ പ്ലാൻ ഉണ്ട്, നമുക്കൊരു നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു നിലവാരത്തിലോട്ട് നമ്മൾ ആകണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ശരിക്കും ദൈവത്തിന്റെ സിസ്റ്റത്തിൽ തന്നെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ കാര്യം ശരിക്കും നമ്മൾ പ്രകാശനം ലഭിച്ച് കിട്ടണം. ഹല്ലേലൂയ. അപ്പോൾ സാത്താൻ എന്താ ചെയ്യണേ? നമ്മൾ മാക്സിമം ദൈവത്തിന്റെ ട്രാക്കിൽ നിന്ന് മാറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോൾ സാത്താന്റെ ഒരു സിസ്റ്റമാണെങ്കിൽ അവൻ ഇടിച്ചു കയറും. ദൈവത്തിന്റെ സിസ്റ്റമാണ് ഇടിച്ചു കയറാൻ പറ്റില്ല. ദൈവത്തിന് കാര്യങ്ങൾ പറയാനേ പറ്റുള്ളൂ. നമ്മൾ എന്നിട്ട് അക്സെപ്റ്റ് ചെയ്ത് ദൈവത്തെ വിളിച്ചു വരുത്തി നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടാക്കിയാൽ മാത്രമേ ദൈവം അവിടെ പ്രവർത്തിക്കുകയുള്ളൂ. അത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് അതായത് ദൈവത്തിന്റെ സിസ്റ്റങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന്. ദൈവത്തിൻ്റെതായ സിസ്റ്റങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കത്തില്ല. അത് പ്രാർത്ഥനയാൽ അതിനൊരു പ്രത്യേകമായ ഒരു സിസ്റ്റത്താലെ നടക്കുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നത് സാത്താന്റെ സിസ്റ്റം ആയിരിക്കും. സാത്താന്റെ രീതിയിൽ നമ്മൾ നെഗറ്റീവ് ഗ്രാഫിൽ വെറുതെ നിന്നു കൊടുത്താൽ മതി, അങ്ങ് നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതേസമയം ദൈവത്തിന്റെ സിസ്റ്റത്തിലാവണമെങ്കിലോ ഹല്ലേലൂയ ആ ആത്മാവിന്റെ ആ ഒരുക്കത്തിൽ, ആത്മാവിന്റെ പുതുക്കത്തിൽ, ആ വചനത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ മാത്രമേ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഈ പുത്രത്വത്തിന്റെ ആത്മാവിന്റെ സ്റ്റാറ്റസ്, പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ പോവാണ്. പുത്രത്വത്തിന്റെ ആത്മാവിന്റെ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻറ്റ്, സെൻസിറ്റീവായിട്ടൊരു കാര്യമാണ്. ഹല്ലേലൂയ. പുത്രത്വമല്ല ഞാൻ പറയുന്നത്, പുത്രത്വത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. പുത്രത്വത്തിന്റെ ആത്മാവ്. അത് ഹല്ലേലൂയ നമ്മളിൽ ഉള്ള വ്യക്തിയാണെങ്കിൽ ചോദിച്ചോ, അവകാശത്തോടെ ചോദിച്ചോ, എന്ത് തന്നെയാണെങ്കിലും ഹല്ലേലൂയ അത് ചോദിച്ചോ, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അതിന്മേൽ ഹല്ലേലൂയ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കാരണം ഒന്നാമത് അവൻ ചോദിക്കുന്ന വെറുതെ മാനുഷിക, ഫസ്റ്റ് ഓഫ് ഓൾ ആ പുത്രത്വത്തിന്റെ ആത്മാവൊക്കെ ഉള്ള വ്യക്തി എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ഒരു സ്പിരിച്വാലിറ്റി ഉള്ള വ്യക്തിയാണ്. കാരണം അവന്റെ ചിന്താഗതി പരിശുദ്ധാത്മാവ് നടത്തുന്നതാണ്, ദൈവാത്മാവ് നടത്തുന്ന മകനാണ്. യഥാർത്ഥമായി യേശു ഉള്ള ആളാണ്. മാത്രവുമല്ല അവന്റെ മേൽ ഒരു ബ്ലെയിം പോലും ഇല്ല. അവൻ പുത്രത്വത്തിന്റെ ആത്മാവുള്ള വ്യക്തിയാണ്. അവനൊരു കാര്യം പറഞ്ഞ, അവനൊരു കാര്യം കൽപ്പിച്ച, അവനൊന്ന് ശാസിച്ച, അവൻ ഒരു സാത്താൻ അവന്റെ മുമ്പിൽ നിൽക്കത്തുമില്ല എന്ന് മാത്രമല്ല, അവൻ ചോദിച്ചാൽ ദൈവം അവിടെ ഇറങ്ങി വന്ന കാര്യം ചെയ്യും. അപ്പൊ അതായത് യേശു ഒരു കാര്യം ചെയ്യുന്ന പോലെ തന്നെയാണ് അവൻ പിതാവ് അത് കൺസിഡർ ചെയ്യണത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ആ പുത്രത്വത്തിന്റെ ആത്മാവോടുകൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.